നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ത്യ പാക് സായുധ സംഘർഷം അവസാനിച്ചത് യുഎസിന്റെ ഇടപെടലിലൂടെയാണെന്ന അവകാശവാദം ആവർത്തിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പരസ്പരം വെടിയുതിർക്കുന്നവരുമായി വ്യാപാരം നടത്താനാകില്ലെന്ന് ഇരു രാജ്യങ്ങളോടും വ്യക്തമാക്കി. യുദ്ധത്തിൽ നിന്ന് ഇന്ത്യയും പാകിസ്ഥാനെയും തടഞ്ഞുവെന്നും ട്രംപ് വ്യക്തമാക്കി. ഒരു ആണവ ദുരന്തമായി മാറിയേക്കാവുന്ന സംഘർഷമാണ് താൻ ഇടപെട്ട് ഒഴിവാക്കിയതെന്ന് വിശ്വസിക്കുന്നതായും ഓവൽ ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാർത്തകൾ വിശദമായി. പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ ഹരിയാനയിലെ വ്ളോഗർ ജ്യോതി മൽഹോത്ര പയ്യന്നൂരിലും എത്തിയതായി സൂചന. കാങ്കോൽ, ആലക്കാട്, കാശിപുരം വനശാസ്ത്ര ക്ഷേത്രത്തിൽ ജ്യോതി മൽഹോത്രയെ എത്തിയെന്നാണ് കരുതുന്നത്. ഇവിടത്തെ ഉത്സവത്തിന്റെ വീഡിയോ വ്ളോഗ് ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. സംഭവത്തിൽ രഹസ്യാന്വേഷണ വിഭാഗവും പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ ഇന്നലെ 8 മരണം. ഇതോടെ ഇത്തവണ മഴക്കെടുതിയിൽ ഒരാഴ്ചക്കിടെ ആകെ മരണം 27 ഇന്നലെ മാത്രം 3 പേരെ കാണാതായി. 8 ജില്ലകൾ റെഡ് അലർട്ടാണ്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായതോടെ 2000-ലേറെ പേർ ക്യാമ്പുകളിലേക്ക് മാറി. 200-ലേറെ വീടുകൾ തകർന്നു. റോഡ്, റെയിൽ ഗതാഗതം അലങ്കോലമായി. നിരവധി ട്രെയിനുകൾ വൈകി ഓടുകയാണ്. ദേശീയപാതയിൽ പലയിടത്തും മണ്ണിടിച്ചിലും മഴവെള്ള പാച്ചിലും ഉണ്ടായി. കോട്ടയം കൊല്ലാടിന് സമയം മീൻ പിടിക്കുന്നതിനിടെ വള്ളം മുങ്ങി 2 പേർ മരിച്ചു. പാറയ്ക്കൽ കടവ് സ്വദേശികളായ ജോബി, പോളച്ചിറയിൽ അരുൺ സാം എന്നിവരാണ് മരിച്ചത്. വിഴിഞ്ഞത്ത് ശക്തമായ തിരമാലയിൽ വള്ളം മറിഞ്ഞ് 2 പേർ മരിച്ചു. 3 പേർ നീന്തി രക്ഷപ്പെട്ടു. മഴ നനയാതിരിക്കാൻ മുനമ്പത്ത് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് സമീപം നിന്ന യുവതിയുടെ തലയിൽ കാറ്റിനെ തുടർന്ന് ഇഷ്ടിക വീണ് ബുധനാഴ്ച പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി ഇന്നലെയാണ് മരിച്ചത്. എറണാകുളം വടക്കേക്കര സ്വദേശിനി ആര്യ ശ്യാമനാണ് മരിച്ചത്. ഇടുക്കി അടിമാലിയിൽ മഴയെ തുടർന്നുണ്ട അപകടത്തിൽ പാറത്തോട് പുത്തൻപറമ്പിൽ ബാബു മരിച്ചു. കാസർഗോഡ് കോട്ടിക്കുളം സ്വദേശി സാദിഖ് മഴയെ തുടർന്ന് നിറഞ്ഞ തോട്ടിൽ വീണ് മരിച്ചു. തോടിന്റെ കരയിലൂടെ നടക്കുന്നിടെ കാൽ വഴുതി വീഴുകയായിരുന്നു. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറക്കുന്നത് ഒരാഴ്ച കൂടി നീട്ടണമെന്ന് കേരള പ്രൈവറ്റ് അൺഎയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ. സംസ്ഥാനത്താകെ മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണെന്നും ഈ സാഹചര്യം വിദ്യാഭ്യാസ വകുപ്പ് മുഖവിലക്കെടുക്കണമെന്നും സ്കൂൾ തുറക്കുന്നത് നീട്ടിവെക്കണമെന്നും അസോസിയേഷൻ സെക്രട്ടറിയും പ്രസിഡന്റും ആവശ്യപ്പെട്ടു. കനത്ത മഴയെ തുടർന്ന് കൊല്ലം, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കാൻ പാടില്ലെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ജില്ലയിൽ നാളെ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കാലവർഷം ശക്തിപ്പെട്ടിട്ടും പതിവുപോലെ ജനങ്ങൾക്ക് ആശങ്ക സൃഷ്ടിക്കുന്ന നടപടികളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വെള്ളിയാഴ്ച മാത്രം 8 മരണങ്ങളാണ് മഴക്കെടുതി മൂലം സംസ്ഥാനത്തുണ്ടായതെന്നും രാജീവ് ചൂണ്ടിക്കാട്ടി. സംസ്ഥാന സർക്കാർ യാതൊരു മുന്നൊരുക്കങ്ങളും സ്വീകരിക്കുന്നില്ല എന്നത് ആശ്ചര്യപ്പെടുത്തുന്നുവെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ അഭിപ്രായപ്പെട്ടു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ PV അൻവർ തീരുമാനം പറയുന്ന പക്ഷം UDFന്റെ അഭിപ്രായം അറിയിക്കുമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത് UDFന്റെ അഭിപ്രായമാണെന്നും UDF അധ്യക്ഷനെന്ന നിലയിൽ ഇത് പറയുക എന്ന ചുമതലയാണ് തനിക്കുള്ളതെന്നും UDFൽ എല്ലാവരും ഇത് സംബന്ധിച്ച് ഒറ്റക്കെട്ടാണെന്നും സതീശൻ അറിയിച്ചു. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെ പരാമർശം പിൻവലിച്ചാൽ PV അൻവറിനെ UDFൽ അസോസിയേറ്റ് മെമ്പറാക്കാമെന്ന് മുന്നണി യോഗത്തിൽ തീരുമാനം. ഷൗക്കത്തിനെതിരെ പരാമർശങ്ങൾ പിൻവലിക്കുകയും അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്താൽ മുന്നണിയിൽ അസോസിയേറ്റ് മെമ്പറാക്കാമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് അറിയിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിലെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ദിലീപ് MS-ന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 6 ലക്ഷത്തോളം രൂപയും വിവിധ ഇടങ്ങളിൽ വസ്തുവകൾ സംബന്ധിച്ച നിക്ഷേപം സംബന്ധിച്ചുള്ള രേഖകളും വിജിലൻസ് പിടിച്ചെടുത്തു. 14 മണിക്കൂർ നീണ്ട പരിശോധനയിൽ വരവിൽ കവിഞ്ഞ സ്വത്തിന്റെ രേഖകളും തെളിവുകളും കണ്ടെത്തിയായി വിജിലൻസ് അറിയിച്ചു. വയനാട്ടിലും കോഴിക്കോടുമായി ഇന്നലെ രാവിലെ മുതൽ 4 പരിശോധന നടത്തിയത്. ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ കൊലയാളിയെ ഭർത്താവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. പരപ്പനങ്ങാടി സ്വദേശി റഹീനയുടെ കൊലപാതകത്തിൽ ഭർത്താവ് നജീബുദ്ദീനെയാണ് ശിക്ഷിച്ചത്. അഞ്ചപ്പുര ബീച്ച് റോഡിലെ അറവുശാലയിൽ എത്തിച്ച് കഴുത്ത് അറുത്ത് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2017 ജൂലൈ 21 കേസിനാസ്പദമായ സംഭവം നടന്നത്. PV അൻവർ നികുതി വെട്ടിച്ചെന്ന പരാതിയുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജിയിൽ ഹൈക്കോടതി വിശദീകരണം തേടി. ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തോടാണ് വിശദീകരണം തേടിയത്. പരാതിയിൽ അന്വേഷണം എവിടം വരെ എത്തിയെന്ന് അറിയിക്കാനാണ് നിർദ്ദേശം. ഇതുവരെ നടത്തിയ അന്വേഷണം എന്താണെന്നും അതിന്റെ പുരോഗതി എന്താണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയെ അറിയിക്കണം. തൃശൂർ പൂരം നടത്തിപ്പിന് ഓടി നടന്ന മന്ത്രി K രാജനെ കെട്ടിപ്പിടിച്ച് ഞെക്കി മുത്തം കൊടുക്കുകയാണ് അന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കൃത്യമായി ഇടപെടൽ നടത്തിയതിന്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി വാസുവിനെയും അഭിനന്ദിക്കാനും സുരേഷ് ഗോപി മടിച്ചില്ല. പൂരം ഭംഗിയെ നടത്തുന്നതിന് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കാനും പൂരപ്പറമ്പ് മണിക്കൂറിൽ കൊണ്ട് വൃത്തിയാക്കിയ ശുചീകരണ തൊഴിലാളിയെ ആദരിക്കാനുമായി സംഘടിപ്പിച്ച ശുചിത്വ പൂരം പരിപാടിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ കറിവേപ്പില പരാമർശം മറുപടിയുമായി PV അൻവർ കറിവേപ്പില ഏറെ പോഷകങ്ങളുള്ളതാണെന്നും കറിവേപ്പില ഏത് കറിയിലിട്ടാലും സ്വാദ് കൂടുമെന്നും അൻവർ പറഞ്ഞു. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതാണ് കറക്റ്റാണെന്നും ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ കറിവേപ്പിലയാണെന്നും അതിലെ എല്ലാ പോഷക ഗുണങ്ങളും ഊറ്റുന്നതുപോലെ ആണല്ലോ എന്നും PV അൻവർ കൂട്ടിച്ചേർത്തു. മറ്റ് ക്യാൻസറുകളെ പോലെ വായിലെ
ക്യാൻസറും നേരത്തെ കണ്ടെത്തി ചികിത്സിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. രണ്ടാം ഘട്ടത്തിൽ വായിൽ ക്യാൻസർ ഉൾപ്പെടെ പുരുഷന്മാരെ കൂടി ബാധിക്കുന്ന ക്യാൻസറുകൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. എല്ലാവരും തൊട്ടടുത്ത ആരോഗ്യ കേന്ദ്രത്തിൽ ക്യാൻസർ സ്ക്രീനിംഗ് നടത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. വീണ്ടും നിപ്പയോട് പൊരുതിജയിച്ച് ആരോഗ്യ കേരളം. മലപ്പുറത്ത് നിപ്പ ബാധിച്ച ചികിത്സയായിരുന്ന 42,000 2 സാമ്പിളുകൾ നെഗറ്റീവായി. ഇതോടെ നിപ്പ ബാധയിൽ നിന്ന് ഇവർ മുക്തയാണെന്ന് സ്ഥിരീകരിച്ചു. വന്ദേഭാരത് എക്സ്പ്രസിൽ യാത്രക്കാർക്ക് കാലാവധി കഴിഞ്ഞ ശീതളപാനീയം നൽകിയെന്ന പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വ്യാഴാഴ്ച രാവിലെ മംഗളൂരു തിരുവനന്തപുരം വന്ദേഭാരത് എക്സ്പ്രസിൽ യാത്രക്കാർക്ക് നൽകിയ മാർച്ചിൽ കാലാവധി കഴിഞ്ഞ ശീതളപാനീയമായിരുന്നു എന്നാണ് ആരോപണം. സംഭവത്തിൽ റെയിൽവേ ഡിവിഷൻ മാനേജർക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചു. റാപ്പർ വേടനെതിരായ വിവാദ പരാമർശൽ കേസ് മുഖ്യ പത്രാധിപർ NR മധുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊല്ലം കിഴക്കേക്കല്ലട പോലീസ് സ്റ്റേഷനിൽ NR മധു ഹാജരാകുകയായിരുന്നു. മൊഴി രേഖപ്പെടുത്തിയ ശേഷം ആൾ ജാമ്യത്തിൽ മധുവിനെ വിട്ടയച്ചു. CPM കിഴക്കേക്കല്ലട ലോക്കൽ സെക്രട്ടറി വേലാതിന്റെ പരാതിയിലാണ് NR മധുവിനെതിരെ കേസ് എടുത്തത്. മലങ്കര സുറിയാനി കാത്തോലിക്ക സഭയുടെ മാവേലിക്കര ഭദ്രാസനത്തിന്റെ മെത്രോപൊലിത്തയായി തിരുവനന്തപുരം മേജർ ഭദ്രാസന സഹായ മെത്രാൻ ബിഷപ്പ് ഡോക്ടർ മാത്യൂസ് മാർ പോൾ കാർപ്പസിനെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർച്ച് ബെസിലിയോസ് ക്ലിമീസ് കാത്തോലിക്ക ബാവ നിയമിച്ചു. ഗുരുവായൂർ ആനയോട്ടത്തിലെ പേരെടുത്ത ഓട്ടക്കാരൻ കൊമ്പൻ ഗോപികണ്ണൻ ആനത്താവളത്തിലെ കെട്ടുംതറയിൽ കുഴഞ്ഞു വീണ് ചരിഞ്ഞു. കഴിഞ്ഞ മാർച്ച് ആദ്യവാരം തെക്കേപ്പറമ്പിലെ തെട്ടുംതറയിൽ മതപ്പാടിയിൽ തളച്ചായിരുന്നു. കൊമ്പന് കാര്യമായ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും 2 ദിവസമായി തീറ്റയെടുക്കാൻ മടി കാണിച്ചിരുന്നു. കോഴിക്കോട് വടകര ഒഞ്ചിയത്ത് 1 ഏക്കറോളം സ്ഥലത്തെ വാഴകൃഷി വെട്ടി നശിപ്പിച്ച നിലയിൽ ഒഞ്ചിയം രക്തസാക്ഷി സമയത്തിന് ആണ് 250ഓളം കുലച്ചതും കുലയ്ക്കാത്തതുമായ വാഴകൾ സാമൂഹ്യ വിരുദ്ധർ വെട്ടി നശിപ്പിച്ചത്. കൊച്ചിയിൽ മഴ സമയത്ത് മാല പൊട്ടിക്കാനിറങ്ങിയ മോഷ്ടാക്കളെ സാഹസ്യമായി പിടികൂടി ആലുവ പോലീസ്. ഉത്തരേന്ത്യ സ്വദേശിയിലെ ആരിഫ് ഫൈസൽ എന്നിവരെയാണ് തോട്ടക്കാട്ടുകരയിൽ വെച്ച് റോഡ് വളഞ്ഞ് പോലീസ് പിടികൂടിയത്. വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകൾ പ്രതികളാണ് ഇരുവരും. മദ്യത്തിന്റെ പേരിലെ തർക്കത്തെ തുടർന്ന് 6 സംഘം അതിഥിത്തൊഴിലാളിയായ വീട് കയറി ആക്രമിച്ചതായി പരാതി. പട്ടണക്കാട് അന്തരകാര നഴിയിലാണ് സംഭവം. തലയ്ക്കടിയേറ്റ ഇയാളെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച നിരക്ക് 9.2% നിന്ന് 7.4%-ലേക്ക് വീണെന്ന് റിപ്പോർട്ടുകൾ. നീറ്റ് PG പരീക്ഷ ഒരു ഷിഫ്റ്റിൽ നടത്താൻ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷനോട് നിർദ്ദേശിച്ച് സുപ്രീം കോടതി. നീറ്റ് PG പരീക്ഷ രാവിലെയും വൈകുന്നേരവുമായി 2 ഷിഫ്റ്റിൽ നടത്താൻ തീരുമാനിച്ചുള്ള ചോദ്യമുള്ള ഹർജികളാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. പരീക്ഷയുടെ തുല്യത നിലനിർത്താൻ ഒറ്റത്തവണയായി പരീക്ഷ നടത്താൻ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷനോട് കോടതി നിർദ്ദേശിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. പഞ്ചാബിൽ പടക്ക നിർമ്മാണ ഫാക്ടറിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ 4 പേർ മരിച്ചു. സംശയാസ്പദമായ നിരവധി സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ബാബ രാംദേവിന്റെ പതഞ്ജലി ആയുർവേദിന് വിശദീകരണം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് കാര്യം മന്ത്രാലയം നോട്ടീസ് അയച്ചു. പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരൻ ഉൾപ്പെടെയുള്ള കൊടും ഭീകരരുമായി പാക് നേതാക്കൾ വേദി പങ്കിടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനുള്ള സൈഫുല്ല കസൂരി ഉൾപ്പെടെയുള്ള ഭീകരരുടെ കൂടെയാണ് പാക് നേതാക്കൾ വേദി പങ്കിട്ടത്. ലോക സുന്ദരിയെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. 72ാമത് ലോക സൗന്ദര്യ മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലേക്ക് ഇന്ന് ഹൈദരാബാദിലാണ് കൂടിയിറങ്ങുക. രാജസ്ഥാൻ സ്വദേശി നന്ദിനി ഗുപ്ത ആണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാന് ഉറക്കമില്ലാത്ത രാത്രികളാണ് നൽകിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.